ജയ്പൂർ സെൻട്രൽ ജയിലിൽ പാകിസ്ഥാനി തടവുകാരെ സഹതടവുകാർ കല്ലെറിഞ്ഞു കൊന്നു. 2011 മുതൽ ജീവപര്യന്തം അനുഭവിക്കുന്ന ഷാക്കിറുള്ള എന്ന പാക് സ്വദേശിയാണ് കൊല്ലപ്പെട്ടത്. ജയിലിലുണ്ടായ വഴക്കിനിടെയാണ് പാക് തടവുകാരൻ കൊല്ലപ്പെട്ടതെന്ന് പോലീസ് ഇൻസ്പെക്ടർ ജനറൽ രൂപേന്ദ്രൻ സിംഗ് പറഞ്ഞു. എന്നാൽ പുൽവാമ ആക്രമണമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. സഹതടവുകാരായ 3 പേരാണ് ഷാക്കിറുള്ളയെ കൊലപ്പെടുത്തിയതെന്നാണ് സംശയിക്കുന്നത്. കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ജയ്പൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചുവെന്ന പാകിസ്ഥാൻ പൗരൻ സഹതടവുകാരുമായി ഉണ്ടായ അടിപിടിക്കിടെ കൊല്ലപ്പെട്ടു എന്ന വിശദീകരണമാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. പാക് പഞ്ചാബിലെ സിയാൽകോട്ട് സ്വദേശി ഷക്കീറുള്ളയാണ് മരിച്ചത്. സംഘർഷത്തിനിടെ ഉണ്ടായ കല്ലേറിലാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്നും റിപ്പോർട്ടുകളുണ്ട്. ചാരവൃത്തിക്ക് 2011 മുതൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു ഷക്കീറുള്ള. സഹതടവുകാരായ 3 പേർ ചേർന്നാണ് ഇയാളെ കൊലപ്പെടുത്തിയത് എന്നാണ് പ്രാഥമിക വിവരം. രാജസ്ഥാൻ പോലീസ് ഇൻസ്പെക്ടർ ജനറൽ കൊലപാതകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കശ്മീരിലെ പുൽവാമയിൽ 40 CRPF ജവാന്മാർ വീരമൃത്യു വരിക്കാനിടയായ ഭീകരാക്രമണം രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. പിന്നാലെയാണ് ജയിലിൽ കഴിഞ്ഞ പാക് പൗരൻ സഹതടവുകാരുമായി ഉണ്ടായ അടിപിടിക്കിടെ കൊല്ലപ്പെടുന്നത്. സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണത്തിന് പിന്നാലെ മജിസ്ട്രേറ്റ് തല അന്വേഷണവും ഉണ്ടാകും എന്നാണ് രാജസ്ഥാൻ DGP കപിൽ ഗാർഡ് വാർത്താ ഏജൻസിയോട് പറഞ്ഞത്. വിവരമറിഞ്ഞ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ജയിലിൽ എത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കും. അതേസമയം പുൽവാമയിൽ ചാവേർ ആക്രമണം നടന്ന് 100 മണിക്കൂറുകൾക്കുള്ളിൽ ആക്രമണത്തിന്റെ സൂത്രധാരൻ റമാൽ ഉൾപ്പെടെ 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ ഏറ്റുമുട്ടലിൽ സൈന്യം വധിച്ചിരുന്നു. കൊല്ലപ്പെട്ട ഭീകരരിൽ ഒരാൾ കശ്മീരിയും 2 പേർ പാകിസ്ഥാനികളുമാണ്. പാക് ചാര സംഘടനയായ ISIയുടെ നിർദ്ദേശപ്രകാരമാണ് റമാൽ പ്രവർത്തിക്കുന്നത്. ഏറ്റുമുട്ടലിൽ ദേശവാസികൾക്ക് ആർക്കും അപകടം ഉണ്ടായിട്ടില്ല. നാട്ടുകാരോട് ഏറ്റുമുട്ടൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോകരുതെന്നും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സൈന്യം വ്യക്തമാക്കി. ചാവേർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പാക് സൈന്യത്തിന്റെ സന്താനമാണ് ജെയ്ഷെ മുഹമ്മദ്. ആയുധം വെച്ച് കീഴടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസാന അവസരമാണിത്. ഇനിയൊരു മുന്നറിയിപ്പും ഉണ്ടാകില്ല എന്നും ഒട്ടും ദയ കാണിക്കില്ല എന്നും കാശ്മീരിൽ ശക്തമായി തിരിച്ചടി തുടരും എന്നും ഭീകര സംഘടനകൾക്ക് സൈന്യം അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.